ഗൈസ് നോക്കൂ, ഫൈനലി നമ്മൾ അങ്ങനെ യാത്ര തുടങ്ങാൻ പോവാണ്. ടിക്കറ്റ് ഞങ്ങൾ നോക്കിയിട്ട് ഞെട്ടിപ്പോയി. 16,000 രൂപ 15,000 രൂപ ഇന്ന് എടുക്കണം. 2 പേർക്ക് 30-32 രൂപ. ഞങ്ങളെ പോലെ തന്നെ തുല്യ ദുഃഖിതനായ ഒരു കുട്ടിയും കൂടി ഉണ്ടായിരുന്നു. അയാളെ ഞങ്ങൾ വിളിച്ചു. അയാളും ഞങ്ങളെ പോലെ തുല്യ ദുഃഖിതനായിരുന്നു. ഓ ഗൈസ് നോക്കൂ, ഫൈനലി നമ്മൾ ഇവിടുന്ന് ഫ്ലൈറ്റ് കയറി. അങ്ങനെയാണല്ലോ നമ്മളെല്ലാം പ്ലാൻ ചെയ്തേ. ഓ ഗൈസ്, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വായിക്ക് കോതാന്ന് പറഞ്ഞാൽ അങ്ങ് പോയിട്ടോ. അതായത് എന്താണ് ഇങ്ങനെ വരാനുള്ള സാഹചര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംഭവം വളരെ സിമ്പിളാണ്. ഞങ്ങൾ എടുത്ത ടിക്കറ്റ് ഗൈസ്, അതായത് ഫെബ്രുവരി 14-നാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തത്. പക്ഷെ ഞങ്ങൾ എടുത്തത് മാറിപ്പോയി, ഒരു മാസം മുന്നോട്ടായി, മാർച്ചിലേക്കായി പോയി. ഗൈസ് നോക്കൂ, അങ്ങനെ അബദ്ധം പറ്റി. ആ ടിക്കറ്റും പോയി. അതിപ്പോൾ ക്യാൻസലേഷൻ ചെയ്തപ്പം 12,000 രൂപ പോയി. പോകുന്ന വഴിക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് പറയാം സുഹൃത്തുക്കളെ. ഗൈസ് നോക്കൂ, ഫൈനലി ഇപ്പം രാത്രി 2:10 നമ്മളങ്ങനെ നേരെ ഗൈസ് നോക്കൂ, തുമ്പിയുണ്ട്. തുമ്പി ഞങ്ങളും അങ്ങനെ നേരെ പോവാണ്. സെബിനുണ്ട്, ലിബിനുണ്ട്. പോകുന്നത് ഇത് കണ്ടോ, ഈ വണ്ടിക്ക്. അപ്പം ഇതാണ് നമ്മൾ പോകുന്ന വണ്ടി. ഇതിൽ നമ്മുടെ പെട്ടിയും സംഭവങ്ങളും സാഹചര്യങ്ങളും സാധനങ്ങളും സംവിധാനങ്ങളും മൊത്തം കയറ്റി. ഇതേ ഇവിടെ ഒരു പെട്ടി കയറ്റി, ഇവിടെ ഒരു പെട്ടി കയറ്റി, ഇവിടെ ഒരു പെട്ടി കയറ്റി. പിന്നെ അതുകൂടാതെ ഇത് കണ്ടോ, ഇവിടെയും കുറച്ച് പെട്ടിയും സംഭവങ്ങളും കാര്യങ്ങളും ഇവിടെയും കയറ്റി. അപ്പോൾ ഇതിനാണ് നമ്മൾ നേരെ പോകുന്നത്. അതിൻ്റെ ലഗേജ് കറക്റ്റ് തൂക്കില്ലേ, കൂടുതലാണേലും പണി 8ന്റെ കിട്ടും. 1 കിലോ 2 കിലോ കൂടി കഴിഞ്ഞാൽ കയറ്റി വിടും. പക്ഷെ ഡൽഹിയൊക്കെ കറക്റ്റ് പക്കയാണ്. കറക്റ്റ് 60 കിലോയും ഹാൻഡ് ബാഗും സംഭവങ്ങളൊക്കെയാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. വലിയ കുഴപ്പങ്ങളും കാര്യങ്ങളും ഇല്ല. സ്ട്രോങ്. ഇവിടുന്ന് നമ്മൾ നേരെ ഡൽഹിക്ക് കാർ ഓടിച്ചു പോകുന്നു. എന്നിട്ട് അവിടുന്ന് ഡൽഹി എയർപോർട്ടിൽ നമ്മൾ അൽമാട്ടിക്ക് പോകുന്നു. പ്രത്യേകതയുണ്ട്, 21-22 രൂപ കൂടുതൽ എന്നെടുത്താലും നാളെ എടുത്താലും ടിക്കറ്റ് കൂടുതല. അങ്ങനെ ഒരു പ്രതീക്ഷ. അസ്ഥാനിക്ക് പൈസ കൂടുതല. യെസ് ഗൈസ് നോക്കൂ, അതാണ് നമ്മുടെ പരിപാടി. അതാകുമ്പോൾ കുറച്ചും കൂടെ സെറ്റപ്പ് ആയിരിക്കും. യെസ് ഗൈസ് ഇനി അടുത്ത കേസ് ഞാൻ പറയാം. അതായത് വേറൊരു കാര്യം തന്നെ പറയാൻ വേണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ. അതാണ് യാഥാർത്ഥ്യം. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ചായ കുടിച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് ഇറങ്ങോട്ടോ. ചേട്ടൻ്റെ പേരെന്നാ? അതിനിടയ്ക്ക് സെബിൻ എന്തിയാ സെബിൻ വരുന്നില്ല എന്ന് ചോദിക്കാനുള്ള ഉത്തരം, സെബിൻ കൊറിയയ്ക്ക് പോവുകയാണ്. അവന് ജോലി കിട്ടി. അപ്പം അവൻ്റെ വഴിക്ക് പോയി. അവൻ പോവാ. ഇന്നെട്ടുന്നൊന്നുമില്ല. എല്ലാവരും പോവാണേ. ടാറ്റാ ടാറ്റാ ടാറ്റാ. പുറകോട്ട് നോക്കണം, ലിബിൻ ഫ്രണ്ടിലേക്ക് നോക്കുക കേട്ടോ. രാശി പ്രശ്നം ഉണ്ടായല്ലേ. തുമ്പി ഞാൻ എടുക്കുവാണേ. താക്കോല എനിക്ക് ചുരം കയറുമ്പോൾ എല്ലാം ഛർദ്ദിക്കും. ഗൈസ് ഞങ്ങളുടെ പെട്ടി സാധനങ്ങളെല്ലാം കയറ്റി. നമ്മൾ എല്ലാ കാര്യങ്ങളും നാളെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് എനിക്ക് കളിന്തരപ്പള്ളി പോയി ഒന്ന് പ്രാർത്ഥിക്കണം. എന്നിട്ട് വേണം വണ്ടി എടുക്കാൻ കേട്ടോ. ഇതല്ലേ ഗൈസ്, ഫൈനലി ഞങ്ങൾ ഞങ്ങളുടെ പള്ളിയുടെ അടുത്തെത്തി. ഇവിടെ പെരുന്നാളായിരുന്നു കേട്ടോ. പാടശിപ്പി ഇവിടെ നേർച്ചയിട്ടിട്ട് പോവുക, ഇവിടെ പ്രാർത്ഥിച്ചിട്ട് പോകുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു ഇതാണ്. ഞങ്ങളുടെ വണ്ടി ഇവിടുന്ന്, അതായത് ഇവിടുന്നാണല്ലോ നമ്മൾ അമേരിക്കയുള്ള നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തേ. ഇവിടുന്ന് പ്രാർത്ഥിച്ചാണ് നമ്മൾ വണ്ടി കൊണ്ടുപോയത്. അപ്പോൾ എപ്പോഴും വന്നിട്ട് നമ്മൾ ഇവിടുന്ന് പ്രാർത്ഥിക്കട്ടെ. ഇത് ഇവിടുന്ന് ഇങ്ങനെ കയറി പോകുന്നതാണ് നമ്മുടെ വീട്. തിരുനാൾ കഴിഞ്ഞതിൻ്റെ സംഭവങ്ങളൊക്കെ ആയിട്ടാണ് കാണുന്നത്. ഓ പള്ളി CCTV വെച്ചോ. ഗൈസ് ഞങ്ങളെ മാതാവിനൊന്ന് പ്രാർത്ഥിക്കട്ടെ കേട്ടോ. സെബിനെ പോട്ടെ, ചേട്ടാ പോട്ടെ, അപ്പ പോട്ടെ. ഓ ഗൈസ്, അപ്പോൾ എല്ലാവരും ഞങ്ങൾ പറഞ്ഞിരിക്കുകയാണ് പോട്ടോ. അപ്പോൾ പള്ളിയെ പ്രാർത്ഥിച്ച് ഞങ്ങൾ നേരെ പോകുന്നു. പോവാം. ഇനി നിന്ന് കഴിഞ്ഞാൽ എല്ലാം ഡിലേ ആവും. ഓക്കെ, മീറ്റ് അഗൈൻ. യാ ഗൈസ് നോക്കൂ, അപ്പം ഞങ്ങൾ നേരെ പോവാണ് ഗൈസ്. ഇനിയിപ്പം നാളെ എപ്പം വെളുപ്പിനെ എണീക്കുന്നോ അപ്പോൾ കാണാം. അതായത് എപ്പോഴാണോ പകല്. ഇതൊക്കെ സ്ഥിരം പോകുന്ന റൂട്ടാണല്ലോ, അപ്പോൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. നേരെ കീ ഇടുന്നു. ഇതുണ്ട് ഞാൻ ഇട്ട പോലെ തന്നെ മെമ്മറി ഫോമും സംഭവങ്ങളൊക്കെ വന്നു, എല്ലാ സാധനം വന്നു. ലബി ഒന്നും എടുക്കാൻ മറന്നിട്ടില്ലല്ലോ? ഇല്ലെന്നാ എൻ്റെ വിശ്വാസം. തുമ്പി ഞാൻ എന്ത് പറയാനോ? കൊളവി കൊളവിയല്ലേ, സോറി രാജേഷ്, സോറി. അപ്പം നേരെ പോവാണ്. നാളെ നേരം വെളുത്തിട്ട് കാണാം. ബൈ ഗൈസ്. നാളെ മോർണിംഗ് കാണാട്ടല്ലേ. പാസ്പോർട്ടൊക്കെ ഉണ്ട്, എടുത്തോ. എല്ലാം ഉണ്ട്. പോയാൽ തിരിച്ചു വരാൻ പറ്റത്തില്ല. ഇത് തന്നെ ഞാനും തുമ്പിയൊക്കെ ഒരു വിധത്തിൽ ഒപ്പിച്ചേട്ടോ. ഗൈസ് നോക്കൂ, ഫൈനലി കണ്ണു തുറന്നപ്പോൾ ഞങ്ങൾ അങ്ങനെ കിയയുടെ പ്ലാന്റ് ഒക്കെ കഴിഞ്ഞ് ശ്രീ വിജയാനന്ദ കാരക്കുടി ചെട്ടിനാട് ഹോട്ടൽ. ഗൈസ് നോക്കൂ, ഇതാ ഇതിൻ്റെ ഇവിടെ എത്തി. അത്യാവശ്യം ഫേമസ് ഹോട്ടലാണ്. ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇതാണ് നമ്മുടെ വണ്ടി. ഇതിനാണ് നമ്മൾ ഡൽഹിക്ക് പോകുന്നത്. ഗൈസ് നോക്കൂ, ഫൈനലി നമുക്ക് ഇവിടുന്ന് ഭക്ഷണം കഴിക്കാം. അതിന് ശേഷം വേണം പോകാൻ കേട്ടോ. അതായത് നാളെയൊക്കെ ആകുമ്പോഴത്തേക്ക് ഏകദേശം നമ്മൾ എത്തും. ലിബിൻ കഴിക്കാനിരുന്നു. ഇവിടെ കഴിക്കുക എന്നൊക്കെയുള്ള സാമ്പാർ, രസം,
പുളിക്കറി നീ ചോറ് എന്നോട് പേരെന്നാടോ? പെനുകൊണ്ട. പെനകൊണ്ട. നമ്മളെ ഞാൻ സത്യം ചോദിക്കട്ടെ തമ്പി, നമ്മൾ നാളെ ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് എത്തും അല്ല? നാളെ വൈകുന്നേരം രാത്രി നാളെ കഴിഞ്ഞ് നമുക്ക് പോകത്തില്ലേ? നാളെ കഴിഞ്ഞ് നമുക്ക് കയറി പോകത്തില്ലേ? നാളെ നമ്മളൊരു 11 മണി 12 മണിയാകുമ്പോൾ അല്ലേ? എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം ഞാൻ വണ്ടിക്കകത്ത് കയറുമ്പം പറയാം. എന്താണ് സാഹചര്യം, എന്താണ് സംഭവം എന്നുള്ള. ആദ്യം ജീവൻ നിലനിർത്താനുള്ള ഭക്ഷണം കഴിക്കട്ടെ. കാരണം വെച്ചാൽ കഴിഞ്ഞ ദിവസം ഫ്ലൈറ്റ് മിസ്സായി, പിന്നെ അത് കാര്യങ്ങളെല്ലാം കയ്യിൽ നിന്ന് പോയി. പിന്നെ നമ്മൾ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം കറിയൊക്കെ പടപടയെന്ന് ഇറങ്ങിയതാണല്ലോ. ഇറ്റ് ഈസ് വെരി അമേസിങ് ഗൈസ്. കമൻറ്റ് കണ്ടിട്ട് എൻ്റെ കിളി മാറിപ്പോയി കേട്ടോ. ബിരിയാണിലേക്ക് പോയാലോ? ഞാൻ ബിരിയാണി പറഞ്ഞു. ഇത് പുതിയ അന്തേവാസിയാട്ടോ. പേര് പേര് പറ. രാജേഷ് ഫ്രം ചങ്ങനാശ്ശേരി. ഇനിയിപ്പോ നമുക്ക് എത്ര ഉണ്ടാ? ഇനി നമുക്ക് എത്ര 1800 കിലോമീറ്റർ 1900 കിലോമീറ്റർ കണ്ടില്ലേ? ആണോ? എത്ര ഉണ്ട് കേട്ടോ? നമ്മൾ നേരെ ഇവിടുന്ന് നമ്മളിപ്പോ ഹൈദരാബാദ് എത്തിയിട്ടില്ല. ഹൈദരാബാദ് നേരെ നാഗ്പൂരിൽ നമ്മൾ നേരെ ഡൽഹി അല്ലേ? ഒരു അസാമാന്യ ബിരിയാണി കേട്ടോ. അതിൻ്റെ നടുക്ക് ഒരു മുട്ട, പിന്നെ അതുകൂടാതെ ഇവിടെ ഒരു കച്ചമ്പർ, പിന്നെ അതുകൂടാതെ ഇവിടെ ചിക്കൻ. നിങ്ങൾ എന്നെ കുഷ്കിയാ പറഞ്ഞേ? നീവെന്നാ പറഞ്ഞ ചോറ് കാണിച്ചാണ്? ചോറിന് കൊടുത്തിട്ടൊന്നുമില്ല കേട്ടോ, സംഭവമൊന്നുമില്ല. ഇതാ ഇത് ഗ്രേവിയാന്ന് തോന്നുന്നു കേട്ടോ. ഇതാ ലിബിയുടെ പപ്പടം എനിക്ക് സ്പോൺസർ ചെയ്തു കേട്ടോ. ഫൈനലി ഇവിടുന്നാണ് നമ്മൾ ഭക്ഷണം കഴിച്ചത്. ഇവിടുന്ന് ഒരു നിസ്സാര ദൂരമുള്ളൂ കേട്ടോ, അതായത് കിയയുടെ പ്ലാന്റിലേക്ക്. ഗൈസ് നോക്കൂ, ഈ കാണുന്ന ഡെലിവറി ട്രക്ക് ഉണ്ടല്ലോ, ഇത് മലയാളി ചേട്ടന്മാരാട്ടോ ഓടിക്കുന്നത്. ഈ കാണുന്ന സാധനം 500 വോൾവോ ട്രക്കുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിനോട് ഭയങ്കര ഹരമാണ്. പക്ഷെ പുറത്ത് ഈ DAFും പിന്നെ അതേപോലെ തന്നെ ഈ വോൾവോയും പിന്നെ സ്കാനിയും ബെൻസൊക്കെ കണ്ടുകൊണ്ട് സത്യം പറഞ്ഞാൽ പൂതി പോയി കേട്ടോ. നേരത്തെ ഇത് 100 സാധനം കണ്ട് എനിക്ക് വട്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞങ്ങൾ കഴിച്ച അതേ സ്ഥലത്ത് നിന്നാണ് ചേട്ടന്മാരും കഴിച്ചത്. ചേട്ടൻ്റെ പേരെന്നാ? വീട് മലപ്പുറം. ചേട്ടൻ്റെ പേര്? വീട് കോതമംഗലംകാരനാണ്. കഴിച്ച് ഞങ്ങളെ എന്തായാലും മലയാളി ഓടിക്കുന്ന വണ്ടി, അത് കണ്ടിട്ട് വരാമല്ലോ എന്ന് വിചാരിച്ചു. ഇന്ന് വരെ റോഡിൽ കൂടെ പോകുന്നത് കണ്ടുള്ളൂ. അതിൻ്റെ അടുത്ത് അത് കണ്ട് അതിൻ്റെ ഉള്ളൊന്നും കണ്ടിട്ടില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് കയറി കാണുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. എന്നാ മുതലാന്ന് നോക്കി. ഏകദേശം 140 170 ഉണ്ട് കേട്ടോ ഓൺ റോഡ് വില. കറക്റ്റായിട്ട് എനിക്ക് അറിയത്തില്ല. ഈ പുറത്തൊക്കെ വരുന്ന ട്രക്ക് എന്ന് വെച്ചാൽ അതിൻ്റെ മേളിലൊക്കെ പ്രത്യേക സംഭവം ഇത് വേറൊരു രീതിയിലാണ്. ഇത് വേറെ ടൈപ്പാണ്. ഇത് FM തന്നെയാണ് കേട്ടോ. പുറത്തുള്ളത് FM, ഇത് FM ആണ്. ഇത് പിന്നെ തമിഴ്നാടുള്ളൊരു പുള്ളിയുടെ വണ്ടിയാണ്. ഇവർക്ക് സബ് ഓടുന്ന അല്ല അങ്ങനെയല്ല ചേട്ടാ, സബ് ഓടുന്ന വണ്ടിയാണ്. അതായത് ഇവർക്ക് 500 ട്രക്കുണ്ട് ദില്ലിവരയ്ക്ക്. അതുകൂടാതെ 70 വേറെ പിന്നെ സബ് എടുത്തിട്ട് ഓടുന്നുണ്ടെന്ന് കേട്ടോ പറഞ്ഞത്. കിട്ടില്ല സാധനം. ARL എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ് ഈ സാധനം. പുള്ളിക്കാരിക്കോട്ടെ കയറല്ലേ? കയറിക്കോളാനാണോ? ഗൈസ് നോക്കൂ, ഇത് കണ്ടോ സാധാരണ കാറ് വരുന്ന പോലെ തന്നെ ഇതുണ്ട്. ഇങ്ങനെ തുറക്കുന്നൊരു ഹാൻഡില്. എൻ്റെ അമ്മ കിട്ടില്ല സാധനം കേട്ടോ. എൻ്റെ അമ്മ ഓട്ടോമാറ്റിക്കാണ്. ഇതുണ്ടോ ഓട്ടോമാറ്റിക് എയർ സസ്പെൻഷനാണ്. കിട്ടില്ല സാധനം. ഇതൊക്കെ കമ്പനി വരുന്നതാണ് കേട്ടോ. ഡിസ്പ്ലേയാ? ഇതെല്ലാം കമ്പനി വരുന്ന ഡിസ്പ്ലേ. പിന്നെ അതേപോലുള്ള സാധനങ്ങൾ. ഇത് സൺറൂഫ് പോലത്തെ എന്താ സാധനം ഉണ്ട് കേട്ടോ. ഇത് പൊക്കുന്ന സാധനം. എന്താ പൊസിഷൻ, അസാമാന്യ സാധനം. ഇവിടെ ഓട്ടോ മറ്റേ എന്നാ പറയുക, മിറർ കത്തുന്ന സാധനം. പിന്നെ അതുപോലെ മറ്റേ മിറർ അഡ്ജസ്റ്റ് ചെയ്യുന്ന സാധനങ്ങൾ ആണോ ആണെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനത്തെ ആണോ ഒക്കെ ഉണ്ട്. ഗൈസ് നോക്കാം, അങ്ങനത്തെ എല്ലാ സെറ്റപ്പ് ഉണ്ട്. ഇവിടെ ഒരു ഡിസ്പ്ലേ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇത് വെയിലടിക്കാനുള്ള വിൻഷീൽഡ്. ഇത് തന്നെ ഏട്ടാ? അവിടെ സ്വിച്ചാ? സ്വിച്ച് നോക്കി കഴിഞ്ഞാൽ പൊങ്ങിപ്പോവും. ഇത് ഉറങ്ങാതിരിക്കാനുള്ള സാധനമാണ് കേട്ടാ. ഉറങ്ങുമ്പോൾ അടിക്കുന്നത്. വണ്ടി ഫുൾ ക്യാമറയാ? ഗൈസ് നോക്കൂ, വണ്ടി ഫുള്ള് ഫ്രണ്ടും ബാക്കൊക്കെ ക്യാമറ കേട്ടോ. അസാമാന്യ വണ്ടി. ലിബിയും തുമ്പിയും ആ ചേട്ടന്മാർക്ക് ഇതുണ്ടോ ഈ കാണുന്ന അങ്ങോട്ട് പോയി. ഞാനപ്പോൾ ഈ ചേട്ടന്മാരെ കണ്ടപ്പോൾ നേരെ ഇങ്ങോട്ട് വന്നു. ഇവിടൊക്കത്തെ പൊസിഷനാണ്. ഇതുണ്ടോ, ഇതിങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തൂടെയൊക്കെ എനിക്ക് വന്ന മറ്റേ ഫോഗൊക്കെ പിടിക്കുമ്പം ആ ഫോഗൊക്കെ പോലുള്ള സംഭവമൊക്കെ ഉണ്ട്. നിങ്ങൾ AC ഇട്ടാണ് കേട്ടോ ഇവിടെ, അല്ലേ നോൺ AC യോ? ഫുൾ AC. എത്ര മൈലേജ് കിട്ടും ഫുൾ AC-ല്? ഫുൾ AC-ല് 4 മൈലേജ്. എന്താ പൊസിഷൻ! ഇത്രയും വലിയൊരു വണ്ടി ഓടിക്കുന്നതിന് പോലുള്ള ഫീലിംഗ് ഈ സാധനത്തിന് ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ, താങ്ക് യു. പൊക്കോട്ടെ മീറ്റ് ഒക്കെ എവിടെയൊക്കെ വെച്ച് കണ്ടുമുട്ടാം. കാണാം കേട്ടോ. നിങ്ങൾ ഡൽഹിക്കല്ലേ? ഞങ്ങൾ ഡൽഹിക്കാ. ശരി കേട്ടോ. ഗൈസ് നോക്കൂ, എന്തായാലും സന്തോഷം. മലയാളികളായതുകൊണ്ട് വണ്ടിയെ കയറാൻ പറ്റി.
അതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റി. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ കയറണം എന്നുള്ളത്. ഇവിടെ ഒന്നും വീണ് പോയിട്ടില്ല, ഒന്നും വീണിട്ടില്ലല്ലോ. ഇല്ല. ഗൈസ് നോക്കൂ, എൻ്റെ ആഗ്രഹമായിരുന്നു. ആഗ്രഹം എന്തായാലും പൂത്തി. താങ്ക് യു കേട്ടോ. നീറ്റൊക്കെ ഗൈസ് നോക്കൂ, ആഗ്രഹം എന്തായാലും സഫലമായി കേട്ടോ. ഗൈസ് നോക്കൂ, ഫൈനലി നമ്മൾ അങ്ങനെ ഭക്ഷണം കഴിച്ചു, വണ്ടിയെ കയറി നമ്മളങ്ങനെ ഹൈദരാബാദിൽ. യെസ് ഗൈസ്, ലിവിൻ പറഞ്ഞ വളരെ ശരിയാണ്. ഹൈദരാബാദ് എത്തുമ്പോൾ കിയ പ്ലാന്റിന്റെ തൊട്ട് കുറച്ചൊരു 6-7 കിലോമീറ്റർ മുമ്പിലേക്ക് നമ്മൾ വന്നിട്ടുള്ളൂ. അപ്പം തന്നെ ചൂടെന്ന് വെച്ചാൽ കഠിനമായ ചൂടാണ് ഗൈസ്. ഇത്ര ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ ഒക്കെ പണ്ട് പൊക്കോണ്ടിരുന്ന അതേ റൂട്ടാട്ടോ. ചെറിയ ചെറിയ മാറ്റങ്ങളും സംവിധാനങ്ങളൊക്കെ വന്നു. തുമ്പിയൊക്കെ ഡൽഹിയിൽ നിന്ന് വണ്ടി എടുത്തോണ്ടിരുന്ന അതേ റൂട്ടല്ലേ തുമ്പി? ആണോ? അതിന്റെ മിണ്ടാമൃതത്തിൽ വല്ലതും ആണോ നിങ്ങള്? അല്ല, ഓർ മിണ്ടാത്ത അല്ലേ? ഗൈസ് നോക്കൂ, നേരെ ഞങ്ങള് ഈ റൂട്ടിൽ കൂടെ നേരെ ഫ്രണ്ടിലേക്ക് പോവാണ് ഗൈസ്. അതായതുണ്ടല്ലോ, ആ ഒരു വിന്റർ കഴിഞ്ഞിട്ട്, വിന്റർ അല്ലല്ലോ സത്യം പറഞ്ഞ, ഇവിടെ ആ ഒരു തണുപ്പ് കഴിഞ്ഞിട്ട് ഇപ്പം ആ ചൂടിലേക്ക് കടക്കുമല്ലോ. അപ്പൊ അതിൻ്റെതായ ഒരു മങ്ങലും ആ ഒരു എന്താ പറയാ പച്ചപ്പിന്റെ കുറവും സംഭവങ്ങളൊക്കെ പോകുന്ന വഴി കാണാം കേട്ടോ. നമ്മുടെ റഷ്യൻ വിസ അങ്ങനെ സ്റ്റാർട്ട് ആയിരിക്കുകയാണ്. അതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് നമ്മൾ ഈ ധൃതപ്പെട്ട അല്ലെങ്കിൽ ഈ തൃകൃതിയോടുകൂടി നമ്മളിപ്പം ഈ പറഞ്ഞ ഡൽഹിയിലേക്ക് പോകുന്നത്. കാരണം നമുക്ക് എത്രയും പെട്ടെന്ന് പോകണം. 30 ദിവസത്തെ സിംഗിൾ എൻട്രി വിസയെ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോൾ അതൊരു വലിയ വെല്ലുവിളിയാണ് ഗൈസ്, അതൊരു വലിയ വെല്ലുവിളിയാണ്. പിന്നെ അത് മാത്രമല്ല, ഇനി ആകെ ശങ്കം വിസ എത്രയേ ഉള്ളൂ? പിന്നെ 5 മാസം കൂടി ഇനി ശങ്കം വിസ. ഓ ഗൈസ്, വളരെ ശരിയാണ്, 5 മാസം കൂടി ഉള്ളൂ. ഇനി 1.5-2 മാസം ഇനി ബാക്കി ഉണ്ടായിരുന്നു. നമ്മുടെ ബാധ്യത 5 മാസം കൂടി ഇനി ബാക്കിയുണ്ട്. വേറൊരു വലിയ തലവേദനയുണ്ട്. ഈ കഴിഞ്ഞ ദിവസമാണ് എനിക്ക് അറിയാൻ പറ്റി. എനിക്ക് അറിയത്തില്ലായിരുന്നു. അതായത് 1 വർഷത്തെ ശങ്കം വിസ അല്ല, 2 വർഷത്തെ 10 വർഷത്തെ ഉണ്ടെന്ന് പറഞ്ഞാലും 1 വർഷത്തിലോ അല്ലെങ്കിൽ ഒരു എൻട്രിയിലെങ്ങാനും 90 ദിവസം നിൽക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ കുറെ വെല്ലുവിളികളുണ്ട് ഈ പ്രാവശ്യത്തെ യാത്രയിൽ. എന്തായാലും ചെന്നിറങ്ങുന്നത് -12 കസാക്കിസ്ഥാൻ, ചെന്ന് കയറുന്നത് -40 റഷ്യ. ഗൈസ്, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. 27-28 ഡിഗ്രിന്നാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. ഗൈസ്, യാഥാർത്ഥ്യമായിട്ട് സത്യം പറഞ്ഞാല് 27-28 ഡിഗ്രി ഇത് ഈ കാണുന്ന കാലാവസ്ഥയിൽ നിന്നാണ് നമ്മൾ നേരെ ഇനി ചെന്ന് കയറി കൊടുക്കാൻ വേണ്ടി പോകുന്നത്. എത്രയിലേക്കാണ് ഇവന്? ഗൈസ്, ഈ കാണുന്നുണ്ടല്ലോ 2016 ഈ 250 അല്ലേ? എന്നെ വിലയുണ്ട് മാർക്കറ്റ്? ഡൽഹി ആണോ? ഡൽഹി 10-12 രൂപയ്ക്ക് കിട്ടും. എന്നെ രഹസ്യമായിട്ട് പറയുന്നത്. നമ്മളങ്ങനെ നേരെ ഫ്രണ്ട് ലക്ഷ്യമാക്കി പോവാണ്. ഞങ്ങൾക്ക് ഇന്ന് രാത്രിയിൽ, അതായത് ഏതാണ്ട് ഒരു വെളുപ്പിനൊക്കെ ആകുമ്പോഴത്തേക്കും നാഗ്പൂർ പിടിക്കണം. അത് മാത്രമല്ല, വൈകുന്നേരം ഒരു 7 മണിക്ക് മുമ്പേ ഹൈദരാബാദ് പിടിക്കണം. എങ്കിലേ നാളെ നമുക്ക് ഡൽഹി റീച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. നാളെ നമുക്ക് രാത്രി എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നാളെ കഴിഞ്ഞ് പോകാൻ പറ്റത്തുള്ളൂ. 18,000 രൂപയാണ് ടിക്കറ്റ് കാണിക്കുന്നത്. ഏതാണ്ട് ഒരു ഡൽഹി അടുക്കാറാകുമ്പോൾ ടിക്കറ്റ് എടുക്കും. എയർ അസ്ഥാനിക്ക് 34 ഇൻഡിഗോയ്ക്ക് മാത്രമാണ് 18, 20, 21 ആ ഒരു ഫെയർ കാണിക്കുന്നത് കേട്ടോ. ഒരൊറ്റ ഫ്ലൈറ്റേ ഉള്ളൂ ഇന്ത്യയുടെ ഇൻഡിഗോ അങ്ങോട്ട്, അതായത് കസാക്കിസ്ഥാന് അൽമാട്ടിക്ക്. പക്ഷെ അതേസമയത്ത് എയർ അസ്ഥാനുണ്ട്, പിന്നെ അതുപോലെ ഉസ്ബെക്കിസ്ഥാൻ എയറൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ ടഷ്കനിൽ 1 സ്റ്റോപ്പ് ഉണ്ട്. അതിനിപ്പം വിസ സെപ്പറേറ്റ് നമ്മൾ എടുത്തോണ്ട്. ഇതെല്ലാം സെൽഫ് ട്രാൻസ്ഫർ ആണ്. അപ്പം അങ്ങനത്തെ കുറച്ച് വെല്ലുവിളികൾ നമ്മുടെ ഫ്രണ്ടിലുണ്ട്. ഇത് എനിക്ക് എൻ്റെ ഒപ്പം 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും സർക്കസ് കളിക്കാം കേട്ടോ. ഇനിയിപ്പം കയറി പോകണേ വളരെ പാടായിരിക്കും അല്ലേ തുമ്പി? വളരെ പാടായിരിക്കും അല്ലേടോ? ഗൈസ്, തുമ്പി ഒന്ന് ചാർജായി വരേണ്ട ഒരു താമസം മാത്രമേ ഉള്ളൂ. തുമ്പിക്ക് ആകെ ക്ഷീണമാ അല്ലേ തുമ്പി? എന്നെ പറ്റി? ഇന്നലെ ഫുഡ് കഴിച്ചത് ശരിയായില്ല. ലൂസിയാ? അല്ല, ഇന്നലെ കപ്പ കഴിച്ചതാ. ജ്യൂസാണോ? ഗ്യാസ് കയറി. എന്റെ പൊന്നെ, സഫാരി സ്ട്രോം. ഗൈസ്, അത്യാവശ്യം നല്ല രീതിയിൽ ട്രക്കുകളാട്ടോ. തുമ്പി ആ വണ്ടി കൂടെ അടുപ്പിക്കേ. നമ്മള് പോകുമ്പോ തനിക്ക് കുരു, താൻ പോകുമ്പോ ഇതൊന്നൊരു വിഷയമല്ല. താൻ പറഞ്ഞ എത്ര മൈലേജ് പിടിക്കണമെന്നാ? ഞാൻ 14.9 പിടിച്ചാ ഞാൻ വെച്ചാക്കുന്നത്. ഗൈസ് നോക്കൂ, ഏതാണ്ട് ഒരു 18 മൈലേജ് കിട്ടിയാലേ ഞങ്ങൾക്ക് ഫ്ലൈറ്റ് ടിക്കറ്റിലും കുറഞ്ഞ് ഈ വണ്ടി 4 പേര് അവിടെ എത്തത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മളിപ്പോ ഫ്ലൈറ്റിൽ ബിസിനസ് ക്ലാസ് യാത്ര ചെയ്ത പോലെയാവും. കാരണം ഇത് കാല് കൊടുത്തു കഴിഞ്ഞാൽ മൈലേജ് പോട്ടോ. അല്ലേ? അതൊരു യാഥാർത്ഥ്യം. പിന്നെ വേറെ കേസ് ഞാൻ പറയാൻ പറഞ്ഞത്, നമ്മള് സത്യം പറയുകയാണെങ്കിൽ ഈ വണ്ടിക്ക് നമ്മൾ അത്യാവശ്യം കാല് കൊടുത്തു പോലും 17 രൂപയാണ് ഡൽഹി വരെ എത്താനുള്ള കോസ്റ്റ്. അങ്ങനെ വെച്ച് നോക്കുന്നത് 4 പേരുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് വെച്ച് നോക്കുന്നത് വളരെ ചീപ്പാണ് അല്ലേ? അപ്പൊ എത്ര വന്നു ചേട്ടാ? ചേട്ടോ എത്ര വന്നു? 4 ആൾക്ക് 17 ആണോ? ഒരു 6,000 സംതിങ് വരും.
6500 ഗൈസ്. ഇവിടെയൊക്കെ നല്ല പച്ചപ്പും കൃഷിയും സംവിധാനം കാണുന്നുണ്ട് കേട്ടോ. അതെത്രയാ? ടോൾ ഒരു 6000 രൂപ. അപ്പൊ ഒരാൾക്കൊരു 5 രൂപ വരും. 5 രൂപ. 5 രൂപ അടുത്ത് വരും കേട്ടോ. ഞങ്ങളൊരു ടോൾ പ്ലാസയിൽ എത്തിട്ടോ. ഞങ്ങളുടെ ടോൾ കാണിച്ചു കൊടുത്ത തമ്പി ഡ്യൂപ്ലിക്കേറ്റ് ആട്ടോ. അതുകൊണ്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കും. തലതിരിഞ്ഞാണോ? വന്നു കാണിച്ചേ. ഡ്യൂപ്ലിക്കേറ്റ് എടുത്താട്ടോ. എനിക്കറിയില്ല. തുമ്പി രാവിലെ എടുത്തത്. എങ്ങനെയാ തുമ്പി എടുത്തേ? അത് നിലവില് അതില് ഓണറിന്റെ ഇതുണ്ട്, മൊബൈൽ നമ്പർ. അതിനകത്ത് OTP പോകും. OTP പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പുതിയ ഡ്യൂപ്ലിക്കേറ്റ് അടിച്ചു തരും. അങ്ങനെ കിട്ടിയതാട്ടോ ഈ സാധനം. ഇതിവിടെ ഒട്ടിക്കേണ്ട കാര്യമില്ല. അതിനകത്ത് 200 300 രൂപ ചാർജ് ചെയ്താണോ? അല്ല, പൈസ സെയിം ഡ്യൂപ്ലിക്കേറ്റ് വരും. അത് തന്നെയാണ് സാധനം. ഇതിപ്പോ ഏത് ടോളിൽ ചെന്നാലും ഈ IDFCയുടെ ഈ സാധനം IDFC ഇതാണ് ഏറ്റവും നല്ല ഫാസ്റ്റ് കേട്ടോ. ഇത് കാണിച്ചാൽ മതി. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാൻ പറഞ്ഞത്, ഈ വണ്ടിക്ക് സൺറൂഫ് ആണ് കേട്ടോ. ഇതിന്റെ ഇത് ഞാൻ അല്ലല്ല, ഇതിന്റെ മേലത്തെ ഇത് മാത്രം തുറക്കാനിരിക്കാം. ഇത് നോക്കി, ഇത് കണ്ടോ, പനോരമിക്ക് പോലത്തെ കേട്ടോ. രണ്ടും അപ്പുറം തുറന്നുണ്ടോ. ഗൈസ് നോക്കിയേ, പനോരമിക്ക് കേട്ടോ. നടുക്കൊരു സാധനം ഉണ്ട്, അത് മാത്രമേ ഉള്ളൂ. എന്റെ തീർ സാധനമായില്ലേ. വലിയ ചൂട് വരുന്നില്ല കേട്ടോ. വലിയ ചൂടില്ലല്ലോ. അടക്കട്ടെ ഗൈസ്, ആ സാധനം അടച്ചു കേട്ടോ. പുറത്തുണ്ടല്ലോ 38-39 ഡിഗ്രിയാണ് ചൂട് കേട്ടോ. ചൂട് 40 ഡിഗ്രി വരെ വരുന്നുണ്ട്. അയ്യോ, AC തണുക്കാൻ പറഞ്ഞ തണുപ്പോ. ബെൻസിന്റെ അണ്ടകടാകം പൊളിഞ്ഞെന്ന് എനിക്ക് വണ്ടി ഓടിച്ച് ഞാൻ നശിച്ചു. ചൂട് കണ്ടസിലോട്ട് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുക. മലയാളി ചേട്ടന്മാർ ഓടിക്കുന്ന വോൾവോ ആണ് കേട്ടോ ഡെലിവറിയുടെ. ഇത് അവരുടെ ഒറിജിനൽ വോൾവോ അല്ല. അതായത് അവരുടെ പിന്നെ തമിഴ്നാട്ടിലൊരു കമ്പനി ഇവർക്ക് സബ്ബായിട്ട് കൊടുത്താക്കുന്ന വണ്ടിയാ കേട്ടോ ലിബി. ഇവന് 70 വണ്ടിയുണ്ട് അവിടെ. ഇവർക്ക് സബ്ബായിട്ട് ഓടുന്നത്. ചായമായിരുന്നോ അതോ ഉറങ്ങുമായിരുന്നോ? അല്ല, ഞാൻ ഉറങ്ങുമല്ലായിരുന്നു. ഞാൻ മയങ്ങുമല്ലായിരുന്നു ഇതിനെ. അതായത് ചൂടിനെ അധിക്ഷേപിക്കാൻ വേണ്ടി ഞാൻ ഇതുണ്ട്. അഭിഷേപിക്കാനോ അതോ അധിക്ഷേപിക്കാനോ അതിജീവിക്കാനോ? ഇന്ത്യയുടെ സൈഡിൽ പടിഞ്ഞ തല വെച്ചത്. ഗൈസ്, ഞങ്ങളൊരു കരിമ്പ് കുടിക്കാൻ വേണ്ടി അതിന് പറ്റിയ ഒരു കട നോക്കി നിൽക്കുകയാണ്. അതിൽ ഞങ്ങളൊരു സ്ഥലത്ത് വണ്ടി നിർത്തി കേട്ടോ. താഴ്ചിട്ട് എല്ലാവരും വാട്ടപ്പാട് തെറിച്ച് നന്നായി. ഞങ്ങൾ കരിമ്പ് കുടിക്കാന്ന് വിചാരിച്ചു. ലാസ്റ്റ് ഇവിടുന്ന് കുടിക്കാൻ തീരുമാനിച്ചു. കഴിക്കാനല്ല, കുടിക്കാൻ. ഇതുണ്ട് ഇവിടെ നമ്മൾ ഈ ഇതുപോലത്തെ സോഡ ഉണ്ടോ, സോഡ കുത്തി. ഇത് എന്നാ പറയുന്നത്? ഇത് തന്നെ. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ സോഡ നടത്തിട്ട് ലൈവായിട്ട് സോഡ നാരങ്ങ വെള്ളം കിട്ടും കേട്ടോ. സാധനമായിരിക്കും വിശ്വസിക്കുന്നു. എന്നാ എനിക്ക് ഉപ്പ മസാല നന്നാറി ആരാ നന്നാറി? നിങ്ങൾ നന്നാറിയാണോടോ? ചേട്ടനോ? നല്ല നാറിയല്ല. കുമ്പിക്ക് കൊടുത്ത മരുന്നാ കേട്ടോ. ടോണിക്ക് പനിക്കും ചുമക്കുള്ളു. കാണിച്ചു
എന്റെ അമ്മച്ചി പുറത്തിറങ്ങി വെള്ളം കുടിക്കാൻ പോയപ്പം ബെൻസ് കാറിലൊക്കെയാണല്ലോ വന്നിറങ്ങുന്നത്. അപ്പൊ ആൾക്കാരൊക്കെ നമ്മളിങ്ങനെ നോക്കുക കേട്ടോ, ഇത് ഏതോ റിച്ച് പീപ്പിൾ കോടീശ്വരന്മാരാണ്. പക്ഷെ അവർക്കറിയില്ലോ നമ്മൾ കുടുക്ക പൊട്ടിച്ചിട്ട് 1 രൂപ 2 രൂപ 10 രൂപ അതൊക്കെ കൂട്ടി വെച്ചാ എണ്ണ അടിച്ച് പോകുന്നതെന്ന്. എന്തായാലും അക്കരെ കാണുമ്പോ ഇക്കരെ പച്ച, ഇക്കരെ കാണുമ്പോ അക്കരെ പച്ച, അതാണ് യാഥാർത്ഥ്യം കേട്ടോ. എന്തായാലും ഞങ്ങള് നേരെ ഫ്രണ്ടിലേക്ക് യാത്ര ചെയ്യാണ്. ഇനിയിപ്പം അപ്രോക്സിമേറ്റ് ഒരു 7 മണി 8 മണിയോടുകൂടി ഞങ്ങള് എവിടെ എത്തും? അതായത് നമ്മള് 300 കിലോമീറ്റർ ഹൈദരാബാദ്. ഇത് അല്ലു അർജുന്റെ ലോഗൊക്കെ ഇട്ടിച്ചു പോകുന്നുണ്ടോ? ഇതുണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചോ? കണ്ടോ? ഡൽഹി 1812, ഹൈദരാബാദ് 340, കർണൂൾ 130. ഗൈസ് നോക്കൂ, നമുക്ക് ഏതാണ്ട് 1800 അത്ര ഉള്ളല്ലേ? 1800 ഉള്ളൂ. അപ്രോക്സിമേറ്റ് 1800 കിലോമീറ്റർ ഉള്ളു നമുക്ക്. ഇനി സത്യം പറഞ്ഞു കഴിഞ്ഞാല് 1.5 ദിവസം. നാളെ ഇപ്പൊ ഇന്ന് എത്ര ദിവസം? ഇപ്പൊ സമയം എന്തായി? 3 മണി. നാളെ രാത്രി എത്തും. നാളെ 3 മണിയാവുമ്പോ നമ്മള് ഗോളിയോർ എത്തും. അവിടുന്ന് പിന്നെ എന്താ ഒരു 6 മണിക്കൂർ. വലിയ സമയം വേണ്ട കേട്ടോ, വലിയ സമയം വേണ്ട കാര്യമില്ല. ഇത് ഞങ്ങളുടെ ഏറ്റവും രാശിയുള്ള റൂട്ടാട്ടോ, ഞങ്ങളുടെ ഏറ്റവും രാശിയുള്ള റൂട്ടാണ്. അതെ, ഞങ്ങളുടെ ഒരു ഐതിഹ്യം, ഞങ്ങളുടെ ഒരു പൂർവിക സംഭവങ്ങളൊക്കെ അങ്ങനെയാണ്. ഏറ്റവും രാശിയുള്ള റൂട്ടാണ് ഞങ്ങൾക്ക്. ചിലപ്പം ഈ പ്രാവശ്യം ഞങ്ങൾ മിന്നി കയറും സാധ്യതയുണ്ടല്ലേ ലിവിനെ? ഒന്ന് ഞങ്ങൾ നേടും, അല്ലെ ഞങ്ങൾ നാറും. അതിനെന്നും അങ്ങനെ തന്നെയാണല്ലോ. ഈ കാറിന്റെ മെയിൻ പ്രത്യേകത, ഇത് ഡ്രൈവർ മാറിയിരിക്കുന്നു. രണ്ടാമത്തെ പ്രത്യേകത അതല്ല, 4 ടയറുണ്ട് ഈ വണ്ടിക്ക്. ഈ വണ്ടിയുടെ ഇവിടെയാണ് ഗിയർ വരുന്നത് കേട്ടോ. ഇതിങ്ങനെ താഴ്ത്തി വെച്ച ഡ്രൈവർ. സാധാരണ ഇവിടെയൊക്കെയാണ് ഈ ഓട്ടോമാറ്റിക്കൽ സംഭവങ്ങൾ വരാറ്. ഇത് പുതിയ ടെക്നോളജി അനുസരിച്ച് ഇവിടെ വരിക. പിന്നെ അതേപോലെ ഇവിടെയൊക്കെ പിടിച്ച് താത്തി കഴിഞ്ഞാൽ ഈ സാധനം ഇങ്ങനെ താന്നു വരും. നമുക്ക് ഡൽഹി വരെ എത്തണം അല്ലേ? ഗൈസ് നമുക്ക് ഇത്ര നേരം തുമ്പി ഓടിച്ചു, ഇനി ഞാൻ ഓടിക്കാം. സാധനം കിട്ടില്ല കേട്ടോ. ഇപ്പൊ ഇത്ര മൈലേജ് കിട്ടുന്നില്ല. തുമ്പി ഓടിച്ചപ്പോ എത്ര കിട്ടി? കാലിന് ഓടിച്ചപ്പോ കൂടുതൽ കിട്ടിയെങ്കിൽ എത്ര നേരം പിടിക്കണം? 5.2. 6 ആക്കണം കേട്ടോ എന്റെ പരിപാടി. 15.2, അതായത് 15 കിലോമീറ്ററും 200 മീറ്ററും അല്ലേ? അല്ലെ അങ്ങനെയല്ലേ? കിലോമീറ്റർ 15 കിലോമീറ്റർ 200 മീറ്ററും അങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. നോക്കിയ ഓരോ ശവം വണ്ടികൾ നോക്കിയേ. ഏതാ ഇവരെ? ഇത് 15 കൊല്ലം ആകാത്ത വണ്ടിയാണ്. ഇതിൽ ഓടുമ്പോ തട്ടും മുട്ടും വരുന്ന 15 കൊല്ലം കഴിഞ്ഞ് സർവീസ് നടത്താൻ പറ്റൂലല്ലോ. ഈ സാധനം ഓടിക്കാൻ വേറെ മൂടാട്ടോ. ഭയങ്കരമായിട്ടുള്ള ഒരു പൊസിഷനും അറിയുന്നില്ല. എയർ സസ്പെൻഷൻ അല്ല കേട്ടോ. എന്നിട്ട് അതിന്റെ സസ്പെൻഷൻ ഒക്കെ നല്ല കിട്ടില്ലാട്ടോ. ഇങ്ങനെ ബ്ലും 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 നിൽക്കുന്ന സാധനം കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ ഓടിക്കാൻ വേണ്ടി. അപ്രോക്സിമേറ്റ് ഇപ്പൊ ഇനി നമുക്കൊരു 15.2 കിട്ടുന്നുണ്ട് മൈലേജ്. ഇനി ഒന്നും കൂടി ഒന്ന് പിടിച്ച് ഓടിക്കുവാണെങ്കിൽ 20-18 കിട്ടുമെന്നാണ് തുമ്പി പറഞ്ഞത്. 17-16 അല്ലേ? ബാക്കി എല്ലാവരും ഉറങ്ങിട്ടോ. തുമ്പിയും മറ്റേ ചേട്ടനും ഉറങ്ങി. ഞങ്ങൾ രണ്ടുപേരാണ് ഓടിക്കണേ. ഇനി അതിന് ശേഷം രാത്രിയാകുമ്പോൾ അവർ ഓടിക്കുമ്പോൾ ഞങ്ങൾ ഉറങ്ങും. അതാണ് പരിപാടി. തമിഴ്നാട് ലോറി അവരുടെ സ്ഥിരം പരിപാടി തുടങ്ങിട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും കയറി പോവാതെ റോഡ് എങ്ങനെ അവര് കയ്യാളാമെന്ന് ചിന്തിച്ചോണ്ടിരിക്കട്ടോ. ഇതൊക്കെ അങ്ങ് പോകുന്നവരിക്കട്ടോ. നോർത്ത് ഈസ്റ്റോ അല്ലെങ്കിൽ നേപ്പാള് മാത്രമൊക്കെയുള്ള തീപ്പെട്ടിയാണ് സാധ്യത. ഗൈസ് ഇപ്പം വരുന്ന വഴിക്ക് കണ്ടോ കേട്ടോ. വെന്റോ അല്ലേ തുമ്പി? അമിയോ? വോക്സ് വാഗൻ അമിയോ. ഈ കാണുന്ന ഹൈവേന്ന് നേരെ ഒന്ന് ഇങ്ങനെ കയറിയതാന്ന് തോന്നുന്നു കേട്ടോ. കറക്റ്റ് ആയിട്ട് വ്യക്തത അറിയത്തില്ല. ഞങ്ങൾ വരുന്ന വഴിക്ക് കണ്ടോ കേട്ടോ. ആംബുലൻസ് വന്നിട്ടുണ്ട്. എനിക്ക് 2 ആംബുലൻസ് വന്നതാണ്. ഗവൺമെന്റാ, ഗവൺമെന്റിന്റെ ആംബുലൻസ് ആട്ടെ ഈ കാണുന്നത്. എന്താണെന്നുള്ളത് കറക്റ്റ് ആയിട്ടുള്ളൊരു വ്യക്തതയില്ല. അപ്പുറത്തെ ട്രാക്കിൽ ഇപ്പോൾ എത്തിയതാ. അപ്പുറത്തെ ട്രാക്കിൽ ഇപ്പോൾ എത്തിയതാ. അതായത് അതിലെ പൊക്കോണ്ടിരുന്ന വണ്ടി പെട്ടെന്ന് വെട്ടിച്ച് ഞങ്ങളുടെ വണ്ടിയിൽ എല്ലാവരും ഉറപ്പ് വരുന്നുണ്ട്. ഞാൻ തുമ്പിനെ വിളിച്ച് എണീപ്പിച്ചു. എന്താ സംഭവിച്ചറിയില്ല കേട്ടോ. എന്തായാലും ഞങ്ങൾ നേരെ ഫ്രണ്ടിലേക്ക് പോവാണ്. കണ്ടപ്പോൾ നിർത്തി കേട്ടോ. ആൾക്കാരൊക്കെ ഇറങ്ങി നോക്കുന്നുണ്ട് എന്നാ സംഭവം എന്നുള്ളത്. എന്നുള്ള അറിയുന്ന ഇത് ഇവിടുന്ന് വന്ന് കയറി ഉറങ്ങിപ്പോയതാ കേട്ടോ. ഇതാ തുമ്പി ഇത് ഇടിച്ചു കയറിയാക്കുന്നു. ഇത് കണ്ടോ, ഉറങ്ങിപ്പോയതാ. ഗൈസ് ഈ കാണുന്ന റോട്ടിൽ കൂടെ ഞങ്ങൾ നേരെ ഹൈദരാബാദ് പോയിക്കൊണ്ടിരുന്നു കേട്ടോ. ഒടുക്കത്തെ തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒടുക്കത്തെ തിരക്കാട്ടോ. ഞാൻ ജീവിതത്തിൽ ഇത്രയും തിരക്ക് ഈ റൂട്ടിൽ കണ്ടില്ല കേട്ടോ. എടാ ലിബിനെ, എനിക്ക് തോന്നുന്നേ നമ്മളന്ന് കൊറോണ സമയത്തൊക്കെ അല്ലേ പോയേ, അതായിരിക്കും അന്ന് അത്ര വലിയ തിരക്കൊന്നും. ഞാനുണ്ടല്ലോ ചെറുതായിട്ടൊന്ന് ഉറക്കം വന്നു കഴിഞ്ഞപ്പം ബെൻസ് ഇവിടെ കാണുന്ന ഇവിടെ നിർത്തി. അവർ രണ്ടുപേരും ബേക്ക് കിടന്ന് ഉറങ്ങുവാണ്. ഇവർ രണ്ടുപേരും ഇപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞാൽ രാത്രിയിൽ എനിക്ക് ലിവിന് ഉറങ്ങാം.
അപ്പോൾ അവർ വണ്ടി ഓടിച്ചോളൂ. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ഡൽഹി എത്താം, അതാണ് നമ്മുടെ ലക്ഷ്യം. ഗൈസ് നോക്കൂ, ഞങ്ങളെ അത് മാത്രമല്ല വണ്ടി നിർത്താൻ വേറൊരു കാരണം കൂടെ ഉണ്ട്. അതായത് ഇവിടെ ഒരു കൃഷി കണ്ടു കേട്ടോ, എന്താന്ന് വളരെ സംശയം. എന്നാടാ ഇതിനെ കരണ്ട കേട്ടോ, ഇച്ചിരി മാറി നിന്നു. ഇതന്നെ ചെറിയുള്ളി. ചെറുള്ളിയാണോ വെല്ലുള്ളിയാണോ ഏതീ കാണുന്നോ? ഓ ഗൈസ് നോക്കൂ, ഇത് ഉള്ളിക്കൃഷിയായിരുന്നു. അതേടാ, അതെ. എന്ത് രസം നോക്കിയാ കാണാൻ വേണ്ടി. ഏക്കർ കണക്കിനുള്ള സ്ഥലമാണ്, പക്ഷെ അതിൻ്റെ അകത്ത് ഒരു 50 സെന്റ് ഉണ്ടാവും കേട്ടോ. ഒരു 50 സെന്റ് ഉണ്ടാവില്ലടാ ലിപിനെ. ഗൈസ് ഒരു 10-20 സെന്റ് അടുത്തുണ്ട് കേട്ടോ. ഈ കാണുന്ന നല്ല കേട്ടിയില്ല കൃഷി നോക്കി. ഉയ്യോ എന്ത് രസോടെ കാണാൻ വേണ്ടി, പൂത്ത് നിൽക്കുക കേട്ടോ. എവിടെ? എന്റെ ദൈവം, ഏക്കർ കണക്കിന് ഇങ്ങനെ പൂത്ത് എന്ത് രസം നോക്കി കാണാൻ വേണ്ടി. അടേ ഇത് ചെറുള്ളിയാണോ ലിപി? ആണോ ഗൈസ്? ഇവിടെ എന്തോ വേറൊരു സാധനം കൂടെ ഉണ്ട് കേട്ടോ. ഞങ്ങളിത് കണ്ടപ്പോ നിർത്തിയതാ. ഇങ്ങ് വന്നേ, ദേ ഇതെന്നോ എന്റെ കാലിൽ ഇവിടെ എന്തോ കൊണ്ടുവരില്ലോ, കമ്പാന്ന് തോന്നുന്നു. ഗൈസ് ഇത് പയറാ കേട്ടോ. ഞങ്ങളിങ്ങനെ പോവായിരുന്നു കേട്ടോ. അപ്പം ഞാൻ നോക്കാൻ നേരത്തെ എനിക്ക് ചെറുതായിട്ട് ഉറക്കുന്നത്, ഞാനവിടെ വണ്ടി നിർത്തി. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒരു ചെറിയ ആവേശം. ഇവിടെ എന്തോ പയറും പിന്നെ അപ്പുറം വേറെ എന്താ വെറ്റിലാണോ ലിപിയെ? ഇങ്ങനെ കിടക്കോട്ടോ നീളത്തില്. മല്ലിയില അല്ല, മറ്റേ സാധനമില്ല പുകയിലേക്കൊക്കെ ഉണ്ടാക്കുന്ന അതിന്റെ പേരെന്നായിരുന്നു? ടൊബാക്കോ. ഉറപ്പിക്കാം. വടക്കം പോലെ തെക്കം പോലെ എന്നൊക്കെ പറയില്ലേ, ആ സാധനം. ഗൈസ് നോക്കൂ, വണ്ടി എടുത്ത് പോവാട്ടോ, കാരണം ഓവർ സമയം നമുക്ക് നിൽക്കാനുള്ള സമയമില്ല. അത് മാത്രമല്ല വേറെ സംഭവങ്ങൾ ഞാൻ പറയാം. അതായത് എത്രയും പെട്ടെന്ന് നമ്മൾ ചെന്ന് വണ്ടി എടുത്ത് യാത്ര തുടങ്ങുകയാണെങ്കിൽ അത്രയും നമ്മുടെ വണ്ടിക്ക് മഞ്ഞിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ കിട്ടും. ഇതിൻ്റെ ഓണർ ചേട്ടനെ ഞങ്ങൾ ഇവിടുന്ന് കണ്ടു കേട്ടോ. പുള്ളിയോട് ഞങ്ങൾ ചോദിച്ചു, പുള്ളിക്കാരൻ പറഞ്ഞത് പ്യാജ് നെയ്യേ ചെറിയ ഉള്ളി. മോനെ ലിപിനെ, കുതിരവണ്ടിയിൽ ആൾക്കാർ പണിക്കാർ പണി കയറിപ്പോന്ന് നോക്കിയേ, എന്ത് രസമെന്ന് നോക്കിയേ. നമ്മുടെ നാട്ടിലെ വണ്ടി ഇതായിരുന്നു. ഗൈസ് നോക്കിയേ, കുതിരവണ്ടിയിൽ ആൾക്കാർ പണി കഴിഞ്ഞ് പോവാ കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ സ്ഥലത്താന്ന്, അല്ല ഈ സ്ഥലത്തെ ഇങ്ങനെ സെറ്റപ്പാന്ന്. കാളയാണോ? ഗൈസ് കാള കേട്ടോ. എന്ത് രസമാന്ന് നോക്കിയാ കാണാൻ വേണ്ടി, അസാമാന്യ ലുക്ക്. കേരള എൻ്റെ പൊന്നെ ഗൈസ്, ഇതൊക്കെ നമ്മുടെ നാട്ടിലേ കാണാൻ പറ്റുള്ളൂ കേട്ടോ. പുറം രാജ്യത്തൊന്നും പോയി കഴിഞ്ഞാൽ ഈ കാണുന്ന സെറ്റപ്പ് ഒന്നും കാണാം. ഇതൊക്കെ പണി കഴിഞ്ഞ ആൾക്കാർ ഗ്രാമത്തിലേക്ക് പോകുന്നു കേട്ടോ. ആ കാണുന്ന ഒരു കവാടം പോലെ സെറ്റപ്പ് ഉണ്ടോ, അതാ ഗ്രാമത്തിലേക്ക് പോകുന്നത്. ആന്ധ്രയല്ലേ നമ്മളിപ്പോ? അല്ലേ? നമ്മളിപ്പോ ആന്ധ്രയുള്ള അടുത്ത തെലങ്കാന അല്ലേ? ഗൈസ് ഇത് കണ്ടോ, ഈ കാണുന്ന കൃഷി ഏരിയയിലേക്ക് പുള്ളിക്കാരൻ വെള്ളം തുറന്നു വിടാൻ വേണ്ടി വന്ന കേട്ടോ. നേരത്തെ കറണ്ട് ഇല്ലായിരുന്നു എന്നാ പറഞ്ഞത്, കറണ്ട് വന്നു. आपका नाम क्या है? രവി. രവിച്ചേട്ടൻ്റെ ആണ് ഈ കാണുന്ന ഈ ഒരു കൃഷിത്തോട്ടം. അതായത് ഇത് പുള്ളിയുടെ ചെറുള്ളി കൃഷിയാന്ന് കേട്ടോ പുള്ളിക്കാരൻ പറഞ്ഞത്. പുള്ളിയുടെ തന്നെ സ്ഥലമാണെന്നാ പറഞ്ഞത് കേട്ടോ. അല്ലടാ, അങ്ങനെയല്ല പറഞ്ഞത്, പുള്ളിക്കാരന്റെ സ്ഥലമാണ്. പുള്ളിക്കാരന്റെ മറ്റേ ഞാൻ പറഞ്ഞ നേരത്തെ ഒരു വ്യത്യാസമുണ്ട്, ചെറിയുള്ളിയാണ് കേട്ടോ, വെല്ലുള്ളി അല്ല. ചെറുള്ളി ഞാൻ പറഞ്ഞില്ലേ. ബായ് ഗൈസ് നോക്കൂ, പുള്ളിക്കാരനോട് ഞങ്ങൾ ടാറ്റ കൊടുത്തു. ഞങ്ങൾ നേരെ പോവാട്ടോ. ഇതുവരെ എവിടെ എത്തിയില്ല, 4:35 ഫോട്ടോ കേട്ടോ. ഇനിയുണ്ട് അപ്രോക്സിമേറ്റ് എത്ര ദൂരം ഉണ്ടോ ലിബിയെ? ഇനിയുണ്ട് 265 കിലോമീറ്റർ. ഇനി 265 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഹൈദരാബാദ്. ഇതിൻ്റെ എല്ലാം ഇതുണ്ടോ, ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ റിവേഴ്സായി. വണ്ടി പാർക്കിലിട്ടാൽ പാർക്കായിട്ടോ. നല്ല രസം ഓടിക്കാൻ വേണ്ടി. ബൈക്കിലൊന്നും ഇല്ലല്ലോടാ. നേരെ ഇനി ഇറക്കുന്നു, താഴോട്ടാക്കുന്നു, നേരെ തിരിക്കുന്നു, ഹൈവേ കയറുന്നു. D1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നാമത്തെ ഗിയർ, ഡ്രൈവിൽ ഒന്നാമത്തെ ഗിയർ. നല്ല തിരക്കാട്ടോ. ഇതുണ്ടോ, അതിൻ്റെ ഉണ്ടോ ഈ ഫോണിൽ പൊട്ടും. പൊട്ടിയോ? ഗൈസ് നോക്കൂ, ഇഷ്ടം പോലെ ബാംഗ്ലൂർ സ്പെഷ്യൽ വണ്ടികളുണ്ട് കേട്ടോ. പ്രയാഗരാജിലേക്ക് കേട്ടോ. ഞങ്ങൾക്ക് ഭാഗ്യമുണ്ട്, ഇപ്പം അടിക്കും കേട്ടോ ഗിഫ്റ്റ്. പഠിക്കും. ദേ അയ്യോ, റൈഡേഴ്സ് ആയിരുന്നു, വെറുതെ തെറ്റിദ്ധരിച്ചു. ഒന്നുമില്ല, ഒരു പ്രശ്നമില്ല. ഡ്രൈവർ മാറി. നമ്മൾ നേരെ എങ്ങോട്ട് പോകുന്നു?
ഹൈദരാബാദ് നേരെ പോവാട്ടോ. ഇനിയിപ്പോ അത്യാവശ്യം 200 സംതിങ് കിലോമീറ്ററും കൂടെ ഉള്ളു ഹൈദരാബാദ്. അത്ര ഇല്ല. ഹൈദരാബാദ് പോട്ടോടെ ഹൈദരാബാദി ബിരിയാണി കഴിക്കാൻ. ആര്? നിങ്ങൾ. നീയോ? ഞാൻ അവിടെ നോക്കിയിരിക്കും. ഗൈസ് നോക്കൂ, ഡെലിവറി മാത്രമേ ഉള്ളൂ കേട്ടോ റോഡില്. ഡെലിവറി. അടുത്ത ചെക്ക് പോസ്റ്റ് കേട്ടോ. സൂര്യാസ്തമയായി, സൂര്യൻ അതാ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നാ സംഭവം എന്നാ? എന്നെ കിക്കി അടിച്ചേ? പാർക്കിങ് ഞെക്കിയാ? എന്തോ സംഭവിച്ചിട്ടോ. ഇവിടെ തെലങ്കാന RTO ചെക്ക് പോസ്റ്റ്. ഏതാ ഇത്? ഇത് RTA ബോർഡർ എന്താ അത് മനസ്സിലായി. തെലങ്കാനയാണോ ആന്ധ്രയാണോ? ഇവരുടെ വണ്ടി മാത്രം പിടിക്കുള്ളൂ, ഡെലിവറി പിടിക്കുകയില്ല. ബാക്കിയുള്ള എല്ലാം പിന്നെ VR-ലും പിടിക്കുകയില്ല. ബാക്കിയെല്ലാം ഇവിടെ ഇലകളാട്ടോ. ഞങ്ങള് വണ്ടി ഇത് കണ്ടോ ഇവിടെ നിർത്തി. സംഭവം വെച്ചാൽ ആ വണ്ടിയിൽ ഒരു ചാർജർ ഉണ്ടായിരുന്നു. ആ ചാർജർ പിന്നെ ഞങ്ങളുടെ ഫോണുകൾ ചാർജ് ആകുന്നില്ല. കാരണം നമുക്ക് ചാർജ് ചെയ്യാൻ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു കടയിൽ കയറിയിട്ട് ഞങ്ങൾ ഒരു സാധനം മേടിച്ചിട്ടോ. एक बार चेक करने के लिए चेक करो आराम कार में मैं अभी पैसा दिएगा. പൈസ കൊടുക്കട്ടെ. 500 രൂപ. പൈസ കുറവാ കേട്ടോ. വലിയ അറുത്തിട്ടില്ല. 65 വാട്ട് ഉണ്ട് കേട്ടോ. ഹൈ സ്പീഡ് സാധനം കിട്ടും. ഓക്കെ പയ്യ ബൈ. ഓക്കെ കൈസ് നോക്കൂ, പൈസ വളരെ കുറവാട്ടോ. 1200 രൂപ മേടിക്കുന്ന സാധനം. അതെ, ഭയങ്കര പൈസ. എൻ്റെ അമ്മോ എന്നാ തിരക്കാന്നറിയാവോ. വണ്ടിയുടെ ഒക്കെ സൈഡും കൊണ്ട് പോകുന്നു എല്ലാവരും. എനിക്കറിയില്ല കേട്ടോ എന്നാ തിരക്കാന്നറിയാം. അസാമാന്യ തിരക്ക്. ചായ, ബേക്കറി അതുപോലെയുള്ള ഫുഡൊക്കെ കിട്ടുന്ന കടകളാണെന്ന് തോന്നുന്നു. ഗൈസ് തിരക്ക് നോക്കിക്കേ, അസാമാന്യ തിരക്കാട്ടോ. വലിയ ദൂരമില്ല കേട്ടോ ഹൈദരാബാദിന് ഇവിടുന്ന്. ഹൈദരാബാദ് ആയി ഏകദേശം, വലിയ ദൂരമൊന്നുമില്ല. എന്നോ തിരക്കാ. രാത്രിയായി. രാത്രിയുടെ വീതിയിൽ കൂടെ ഞങ്ങൾ യാത്ര ചെയ്യാണ്. അങ്ങനെ ഞങ്ങളുടെ ചേട്ടൻ ആദ്യമായിട്ട് വണ്ടി എടുത്ത്. ഗൈസ് നമുക്ക് ചേട്ടനാണ് വണ്ടി എടുക്കുന്നത്. തുമ്പി ഉറങ്ങുവാണ്, ഞാൻ സൈഡിലിരിക്കും. ഞാൻ കുറച്ച് ഉറങ്ങും. ലിബി ഇതാ ബേക്കിലുണ്ട്. ഞങ്ങൾ ഏകദേശം കർണാടക കഴിഞ്ഞ് തെലങ്കാന കഴിഞ്ഞ് മഹാരാഷ്ട്ര എത്തിയെന്ന് വിശ്വസിക്കുന്നു. 1600 കിലോമീറ്റർ അടിച്ച് നമ്മൾ ഡൽഹി എത്തും. തുമ്പിക്ക് തണുക്കെന്ന് പറഞ്ഞ് AC ടെമ്പറേച്ചർ കുറഞ്ഞു. ലിബിൻ തുണി ഊരി. ഗൈസ് നോക്കൂ, അപ്പം ഏതാനും നിമിഷങ്ങളിൽ മഹാരാഷ്ട്ര എത്തും തോന്നുന്നു. അങ്ങനെയെങ്കിൽ എണ്ണ അടിക്കണം. തെലങ്കാനയിൽ 96 രൂപ, ഏകദേശം കേരളത്തിൻ്റെ അടുത്ത് എത്ര പ്രൈസ് ഉണ്ട് ഡീസലിന്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ എണ്ണ ഫുൾ ടാങ്ക് അടിക്കണം. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. തൊട്ട് ഫ്രണ്ടിൽ MH വാഹനങ്ങൾ, ഇഷ്ടംപോലെ വാഹനങ്ങൾ അവിടെ ഇവിടെയും. ഹൈവേയിൽ ശക്തമായ ബ്ലോക്ക്. ഞങ്ങൾ പുറകിലുണ്ട്. എന്താണെന്നൊന്നും ഒരു പിടുത്തവും സംഭവം കിട്ടുന്നില്ല കേട്ടോ. ആക്സിഡന്റ് ഉറപ്പാ? എല്ലാരും പുറത്തിറങ്ങി നോക്കുക കേട്ടോ. ബ്ലോക്ക് ആട്ടോ. നോക്കിയേ സംഭവിച്ചേ. ചേട്ടാ നോക്കണ്ട ഇവിടെ.